بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനിൻ്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൽ പരമാവധി പാലിച്ച് അത് മാനിച്ച് ജീവിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഷിഈ സമൂഹം നമ്മുടെ ഇടയിൽ കടന്നു കയറി ഉണ്ടാക്കുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ചൊക്കെ വിശദീകരിച്ചിരുന്നു. മാഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ കോണ്ടാക്ട് ചെയ്തിരുന്നു ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഒരുപാട് തെറ്റിദ്ധാരണകൾ പലരുടെയും മാറിക്കിട്ടി എന്നുള്ളത് പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാഹ്. ഇന്ന് പുതിയ വർത്തമാനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വധശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയം. അതിങ്ങനെ ചില ആളുകൾ ഏറ്റെടുത്തു, ചില ആളുകൾ അതിനെ സംബന്ധിച്ച് ന്യായീകരിച്ച്. നമ്മളതിൻ്റെ പൊളിറ്റിക്സ് ചർച്ച ചെയ്യണ്ട, പക്ഷെ നമ്മൾ അറിയേണ്ടത് ഇസ്ലാമിൻ്റെ ഹുക്കുമുൽ ഇസ്ലാമിയ, ഇസ്ലാമിക നിയമവും ഹുക്കുമുൽ ജാഹിലിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയാൽ മതി. അതായത് നമ്മുടെ ഈ നാട്ടിലൊരു കൊലപാതകം നടന്നു കൂട്ടാം. ആ ഒരു കൊലപാതകം നടന്നാൽ ആ കേസിൽ ആളെ അറസ്റ്റ് ചെയ്ത് വിചാരണ ചെയ്ത് തെളിവുകളെല്ലാം ഈ പ്രതിക്ക് എതിരായി വരികയും അങ്ങനെ ആ പ്രതിയെ കുറ്റക്കാരനാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്താൽ ആ പ്രതിയെ കൊല്ലണമോ വളർത്തണമോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാ? ആ ജഡ്ജിയാണ്, അല്ലേ? ആ കോടതി, ആ ജഡ്ജിയുടെ തീരുമാനമാണ് അന്തിമ തീരുമാനം. അതിൻ്റെ അപ്പുറത്ത് ആർക്കും തീരുമാനം പറയാൻ അധികാരമില്ല. അപ്പൊ കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ, അതായത് ഇരകളുടെ അഭിപ്രായങ്ങളോ താല്പര്യങ്ങളോ അവിടെ മാനിക്കുന്നില്ല. ഇപ്പൊ ജഡ്ജിക്ക് തോന്നുകയാണ് ഇയാളെ ജീവപര്യന്തം ശിക്ഷിക്കണം, തടവിന് വിധിക്കാം എന്നാണെങ്കിൽ ജഡ്ജി അത് വിധിക്കും. അപ്പൊ അവിടെ ഇരകൾ വന്ന് പറയാണ് പറ്റില്ല, അയാളെ തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞാൽ സ്വീകരിക്കൂല. അവർക്ക് വേണമെങ്കിൽ അപ്പീൽ പോകാം. അപ്പീൽ പോയാൽ ഉള്ളതും കൂടെ ചിലപ്പോൾ ഇല്ലാതെയാകും. അത്രേ ഉള്ളൂ, അല്ലേ? അതാണ് ഹുക്കുമുൽ ജാഹിലിയത്തിന്റെ വിധി, അങ്ങനെയാണ്. എന്നാൽ ഇസ്ലാമിക വിധി, ഹുക്കുമുൽ ഇസ്ലാമിയ എന്ന് പറയുമ്പോൾ ഒരു കൊലപാതകം നടന്നാൽ ആ കൊലപാതകത്തിന് തെളിവുകൾ ഉണ്ടായി അത് സ്ഥിരീകരിച്ച് അങ്ങനെ സാക്ഷികൾ മുഖേന ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ ആ കോടതിക്ക് ഒറ്റ നിയമമേ വിധിക്കാൻ പറ്റുള്ളൂ, ഒറ്റ വിധി. എന്താണ്? അയാൾക്ക് വധശിക്ഷ. അത് കോടതിക്ക് വിധിക്കാനുള്ള അധികാരമുണ്ട്. അയാൾക്ക് വേറെ ശിക്ഷകൾ വിധിക്കാൻ അധികാരമില്ല. വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാനുള്ള അധികാരം കോടതിക്കല്ല, ഇരകൾക്കാണ്. ഇരകൾക്കാണ് അത് നടപ്പിലാക്കാനുള്ള അധികാരം. അപ്പൊ ഞാൻ ഒരാളെ കൊന്നു എങ്കിൽ ഞാൻ കൊന്ന വ്യക്തിയുടെ കുടുംബക്കാർ വേണം അത് നടപ്പിലാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. അവര് പറയാണ് ഇയാൾക്ക് മാപ്പ് കൊടുത്തേക്ക്, അയാള് ഏതായാലും ഞങ്ങളുടെ ആള് മരിച്ചു, അയാളെ വെറുതെ വിട്ടേക്കെന്ന് പറഞ്ഞാൽ എന്നെ വെറുതെ വിടും. ഇവിടത്തെ കോടതിയിൽ പോയിട്ട് പറയാണ് ഞങ്ങളുടെ ആൾക്കാരേതായാലും മരിച്ച്, ഇനി അയാളെ കൊന്നിട്ടൊന്നും കിട്ടാനില്ല, അതുകൊണ്ട് അയാളെ തൂക്കിക്കൊല്ലണ്ടെന്ന് പറഞ്ഞാൽ കോടതി വെറുതെ വിടും? അയാളെ വെറുതെ വിടൂല.
അതാണ് ഹുക്കുമുൽ ഇസ്ലാമിയത്തും ഹുക്കുമുൽ ജാഹിലിയത്തും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഏറ്റവും മനുഷ്യത്വപരമായ നിയമവും വിധിയും ഉള്ളത് എവിടെയാ? ഇസ്ലാമിലാണ്. ഇസ്ലാമിന്റെ നിയമം കാടൻ നിയമമാണെന്നും പ്രാകൃതമാണെന്നും 6-ാം നൂറ്റാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരപ്പുറത്ത് കയറി പോകുന്ന ആൾക്കാരുണ്ട്. അവരുടെ മുമ്പിൽ ഇന്നത്തെ ഈ വിഷയം വലിയ ചർച്ചയാണ്. അതെന്തായാലും അവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ അതിന്റെ മറ്റു വിഷയങ്ങളിലേക്ക് പ്രവേശിക്കണ്ട. നമ്മൾ അറിയേണ്ടത് വിശുദ്ധ ഖുർആനിൽ 4 ഇടങ്ങളിൽ ജാഹിലിയത്തിന്റെ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്, ജാഹിലിയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു പരാമർശമാണ് അഫഹുക്കുമൽ ജാഹിലിയത്തി യബ്ഗൂൻ, ജാഹിലിയത്തിന്റെ വിധിയാണോ അവർ തേടുന്നത് എന്ന്. ഇത് ഈ ഒരു കോടതി വിധിയുടെ വിഷയത്തിൽ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മുമ്പിൽ ഏതൊരു വിഷയം വരികയാണെങ്കിലും ആ വിഷയങ്ങൾക്കെല്ലാം ഈ 2 വിധികൾ നിലനിൽക്കുന്നുണ്ടാവും. ഒന്ന് ജാഹിലിയത്തിന്റെ വിധി ഉണ്ടാകും, 2 ഇസ്ലാമിയത്തിന്റെ വിധി ഉണ്ടാവും. ഏത് സമകാലിക വിഷയം എടുത്തോ, ഏത് നമ്മുടെ വർത്തമാന കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾ എടുത്തോ, അവിടെ എല്ലാം ഈ പറയപ്പെട്ട 2 വിധികൾ വരും. ആ വിധികൾ വരുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഏത് വിധിയാണോ ആ വിധി അനുസരിച്ച് വേണം നമ്മൾ ഇസ്ലാമിനകത്താണോ പുറത്താണോ എന്ന് വിധി എഴുതാൻ. വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ കാഫിറൂൻ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ആരെങ്കിലും അള്ളാഹുവിന്റെ വിധി തെരഞ്ഞെടുക്കുന്നില്ല എങ്കിൽ, കോടതിയിലത്തെ കാര്യമല്ല ഈ പറയുന്നത്, ഒരു പ്രശ്നത്തിന്റെ മുമ്പിൽ, എക്സാമ്പിൾ നമുക്കൊരു ഫിനാൻഷ്യൽ പ്രോബ്ലം നേരിട്ടൊരു സാമ്പത്തിക പ്രശ്നം നമ്മളെ ബാധിച്ചു. ആ സാമ്പത്തിക പ്രശ്നത്തിന്റെ മുമ്പിൽ നമുക്ക് 2 വിധികൾ വരുന്നുണ്ട് ആ സാമ്പത്തിക പ്രശ്നത്തിന്. ഒന്ന് ഇസ്ലാമിന്റെ വിധിയാണ്, സാമ്പത്തിക പ്രശ്നത്തിൽ ഹറാമായ വഴിക്ക് പോകാൻ പാടില്ല. ബാങ്ക് ലോൺ തരും അല്ലെ, വട്ടിപ്പലിശക്ക് തരാൻ ആളുണ്ട്. അതുപോലെ തന്നെ പറ്റിച്ചും വെട്ടിച്ചും വേണമെങ്കിൽ ആ പണം ഉണ്ടാക്കാം. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ കിടക്കുന്ന വിധികളാണ്. ഈ വിധികൾ മുഴുവൻ ജാഹിലിയത്തിന്റെ വിധിയാണ്. അവിടെ ഒരാൾ വട്ടിപ്പലിശക്ക് എടുക്കാൻ പോയി, അവൻ ഏത് വിധി തിരഞ്ഞെടുത്തു? ജാഹിലിയത്തിന്റെ വിധി തിരഞ്ഞെടുത്തു. അതാണ് ഖുർആൻ ചോദിച്ച അഫഹുക്കുമൽ ജാഹിലിയത്തി യബ്ഗൂൻ, ജാഹിലിയത്തിന്റെ വിധിയാണോ തേടുന്നത് എന്ന്. അത് എല്ലാ വിഷയത്തിലും വരുന്നുണ്ട്. ഒരാളായിട്ട് വർത്താനം പറയാണ്, ആ വർത്തമാനം പറയുന്ന സമയത്ത് അയാളോട് നമ്മൾ കളവ് പറഞ്ഞാൽ അത് ജാഹിലിയത്തിന്റെ വിധിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ ഏറ്റവും ഗൗരവമുള്ള കുറെ കാര്യങ്ങളുണ്ട്, ഏറ്റവും ഗൗരവമുള്ള കുറെ വിഷയങ്ങൾ. ആ വിഷയങ്ങളിൽ നമ്മൾ ഇസ്ലാമിയത്തിന്റെ വിധിയെ ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്, അതല്ലാതെ കണ്ട് ജാഹിലിയത്തിന്റെ വിധിയല്ല എന്ന് കരുതി ഇവിടുത്തെ കോടതി പോയിട്ട് എനിക്ക് ഇസ്ലാമിന്റെ വിധി വേണമെന്ന് പറയാൻ പറ്റുമോ? അത് പറ്റില്ല. ഒരു രാജ്യത്ത് ഇസ്ലാമിന്റെ ഭരണം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത്, ആ രാജ്യത്ത് നമ്മൾ നിലനിൽക്കുകയാണ് എങ്കിൽ അവിടെ ഇസ്ലാമിന്റെ വിധിയാണ്, അള്ളാഹു വിധിച്ചിരിക്കുന്ന വിധിയാണ് നടപ്പിലാക്കേണ്ടത്, അതാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതല്ലാതെ ജാഹിലിയത്തിന്റെ വിധിയല്ല തിരഞ്ഞെടുക്കേണ്ടത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിൽ 6882 നമ്പറായി രേഖപ്പെടുത്തിയ ഒരു ഹദീസ് ഉണ്ട്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ഗളുൻ നാസി ഇലല്ലാഹി സലാസത്തുൻ, അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും കോപമുള്ള ആൾക്കാർ, അള്ളാഹ്ക്ക് ഏറ്റവും ദേഷ്യമുള്ള ആൾക്കാർ 3 വിഭാഗം ആളുകളാണ്. അള്ളാഹ്ക്ക് ഭയങ്കര ദേഷ്യമുള്ള ആൾക്കാരാണ് 3 വിഭാഗം. അതിലൊന്നാമത്തേത് മുൽഹിദുൻ ഫിൽ ഹറം, പരിശുദ്ധ ഹറമിൽ വെച്ച് മ്ലേച്ഛമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാർ. ഹറം എന്ന് പറഞ്ഞാൽ അതിന്റെ ബൗണ്ടറിക്കുള്ളിൽ എവിടെയാകാം. ഇത് പറയുന്ന കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാല് ഹറമിന്റെ ഉള്ളിൽ മ്ലേച്ഛതയൊന്നും ഉണ്ടാവില്ല. ഇത് പറഞ്ഞ കാലഘട്ടത്തിൽ അന്ന് ഇസ്ലാമിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു, എന്നാലും ഹറമിൽ മ്ലേച്ഛതയില്ല. നഗ്നതാ പ്രദർശനം ഉണ്ടായിരുന്നു, അത് നമുക്ക് പറയാം, ചർച്ചയ്ക്ക് എടുക്കാം. എന്നാലും മ്ലേച്ഛത വല്ലാതെ
ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്ന് അതിന്റെ അവസ്ഥയൊക്കെ മാറി. ഇന്ന് ഹറമിൽ മ്ലേച്ഛത ചെയ്യുന്നതിന് വേണ്ടി തന്നെ ഇറങ്ങി പുറപ്പെട്ട കുറെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്രയും ബന്ധൗസാക്കിയത്. ഇഹ്റാമിന്റെ വേഷത്തിൽ ഉള്ള ആൾക്കാർക്ക് അവിടെ പ്രവേശനം ഉള്ളൂ. ഇപ്പൊ അതിന്റെ അകത്തേക്ക് ഇതിന്റെ മത്താഫിന്റെ ഉള്ളിലേക്ക് പോലും. എന്നാലും ഒരുപാട് ആളുകൾ പല ഇടങ്ങളിലും നമുക്ക് അത് വിവരിക്കാനും വിശദീകരിക്കാനും പ്രയാസമുണ്ട്. കാരണം ഹറമുമായി ഈ വിഷയം ബന്ധപ്പെടുമ്പോൾ അത് നമുക്ക് ഹറമിന്റെ പവിത്രതയ്ക്ക് കളങ്കം തട്ടും. നമ്മളത് പറഞ്ഞാല് എന്റെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ, ഇത്രയും കൊല്ലത്തെ യാത്രയിലുണ്ടായ കുറെ അനുഭവങ്ങളൊക്കെ അറിയാം. കുറെ അമീറന്മാരുടെയും അമൂർമാരുടെയൊക്കെ അനുഭവങ്ങൾ നമുക്കറിയാം. അപ്പൊ ഹറമിൽ വെച്ച് മ്ലേച്ഛത ചെയ്യുന്നത് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യം, ദേഷ്യമാണ്. മുബ്തഗിൻ ഫിൽ ഇസ്ലാമി സുന്നത്തൽ ജാഹിലിയ്യത്തി, ഇസ്ലാമിൽ ജാഹിലിയ്യത്തിന്റെ നടപടിക്രമങ്ങളെ തേടി പോകുന്നവൻ മുസ്ലിമാണവൻ. പക്ഷെ അവനിൽ എന്തുണ്ട്? ജാഹിലിയ്യത്തിന്റെ സ്വഭാവങ്ങളുണ്ട് എങ്കിൽ അത് അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള കാര്യമാണ്. നമുക്ക് എപ്പോഴെങ്കിലും ഒരു ക്ലാസ്സിൽ ജാഹിലിയ്യത്തിന്റെ A to Z എന്ന് വിശദീകരിക്കാനുണ്ട്. 172ഓളം ജാഹിലിയ്യത്തിന്റെ സ്വഭാവങ്ങളുണ്ട്. അത് നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. എന്തുമാകട്ടെ, മൂന്നാമത്തേത് മുത്തലിബു ദമിംറിഇൻ ബിഗൈരി ഹഖിൻ ലിയുഹ്രിഖ ദമഹു, ന്യായം കൂടാതെ വല്ല മനുഷ്യന്റെയും രക്തം ചിന്തുവാൻ ശ്രമിക്കുന്നവൻ. ഒരു ന്യായമില്ല. ഒരാളെ കൊല്ലാനുള്ള ന്യായം എന്താണ്? അയാൾ മറ്റൊരാളെ കൊന്നിട്ടുണ്ടാകണം. അതല്ലാതെ മറ്റു ന്യായങ്ങളൊന്നുമില്ല. അകാരണമായിട്ട് ആൾക്കാരെ കൊല്ലുക, ആ കൊല്ലുന്നത് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ്. അപ്പൊ അതിൽ പറഞ്ഞത് ജാഹിലിയ്യത്തിന്റെ ഹുക്മ എന്നാ പറഞ്ഞത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ച മറ്റൊരു പ്രയോഗമാണ് തബറുജൽ ജാഹിലിയ്യത്ത്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. തബറുജൽ ജാഹിലിയ്യത്ത് എന്ന് പറഞ്ഞാല് ജാഹിലിയ്യത്തിന്റെ സൗന്ദര്യ പ്രദർശനം. വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിന്റെ 33-ാമത്തെ വചനത്തിൽ അള്ളാഹു ആ ഭാഗം പറയുന്നുണ്ട്. വഖർന ഫീ ബുയൂത്തികുന്ന, അവർ അവരുടെ ഭവനങ്ങളിൽ അടങ്ങി കഴിയട്ടെ. വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ, ആദ്യകാല ജാഹിലിയ്യത്തിന്റെ സൗന്ദര്യ പ്രദർശനം നടത്താതിരിക്കണം. എന്താ ഈ ജാഹിലിയ്യത്തിന്റെ സൗന്ദര്യ പ്രദർശനം എന്ന് പറഞ്ഞാൽ? ജാഹിലിയ്യത്തിന്റെ സൗന്ദര്യ പ്രദർശനത്തിന് ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. കാരണം അക്കാലഘട്ടത്തിൽ പൂർണ്ണ നഗ്നരായിക്കൊണ്ട് വിശുദ്ധ കഅബ തവാഫ് ചെയ്തിരുന്നു. വിശ്വാസത്തിന്റെ ഭാഗമാണത്. വിശ്വാസത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് ചെയ്തിരുന്നത്. പക്ഷെ ഈ പൂർണ്ണ നഗ്നരായി കഅബ തവാഫ് ചെയ്യുന്നതിന് അന്നത്തെ അവിടെയുള്ള കഅബയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബിസിനസ് ലോബികൾക്ക് വലിയ താല്പര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ നിയമത്തെ അവർ നിയമമായി അവിടെ വെച്ചു. അതായത് കഅബ തവാഫ് ചെയ്യാൻ വരുന്ന ആളുകൾ തുണിയില്ലാണ്ട് തവാഫ് ചെയ്യണം, പെണ്ണുങ്ങൾ പ്രത്യേകിച്ച്. അഥവാ ഒരു പെണ്ണിന് നഗ്നത മറയ്ക്കണമെങ്കിൽ, നഗ്നതയോടുകൂടെ തവാഫ് ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ ആ പെണ്ണ് ഇപ്പറയപ്പെട്ട ആളുകൾ വിൽക്കുന്ന വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ടേ പോകാൻ പാടുള്ളൂ. വേറെ പുറത്തുനിന്ന് ഒരു തുണി മേടിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ വിശുദ്ധ കഅബയുടെ അരികിലേക്ക് ആ കാലഘട്ടത്തില് പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്ന് ഒരുമിച്ച് കൂടും. എന്തിനു വേണ്ടി? ഈ നഗ്നതാ പ്രദർശനം കാണുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടുമായിരുന്നു. രണ്ട് കാര്യങ്ങളാണ് അതുകൊണ്ട് അവർക്ക് കിട്ടിയിരുന്നത്. ഒന്ന്, തുണി ഉടുക്കണമെങ്കിൽ നല്ല വില കൊടുത്ത് ഇവരെ തുണി മേടിക്കണം. അത് മേടിക്കാൻ കഴിയില്ലാത്ത ആൾക്കാർ, അവർക്ക് തവാഫ് ചെയ്യണം. അവർ നഗ്നരായി തവാഫ് ചെയ്യും. അത് കാണാൻ വരുന്ന ഒരുപാട് കാഴ്ചക്കാർ, അവരുടെ ബിസിനസ് അവിടെ നടക്കും. അപ്പൊ രണ്ട് തരം കച്ചവടങ്ങളാണ് സെക്സ് പിൽഗ്രിമേജ് ടൂറിസം എന്ന പേരിൽ അവർ നടത്തിയത് അവിടെ. അതായത് തീർത്ഥാടനം, സെക്സിലൂടെ തീർത്ഥാടനം അവർ ചെയ്ത ആ ഏറ്റവും വൃത്തികെട്ട ഒരു സൗന്ദര്യ പ്രദർശനം. രണ്ടാമത്തേത്, ശരീരത്തിൽ വേണ്ടതുപോലെ വസ്ത്രം ധരിച്ചതിന് ശേഷം ശരീരത്തിന്റെ അവയവങ്ങളെ പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ളതായ വേഷം. തുണി ഉടുത്തിട്ടുണ്ടാവും, വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും, പക്ഷേ അവരുടെ ശരീരത്തിന്റെ ഭംഗിയെ ആ വസ്ത്രത്തിലൂടെ കാണാൻ കഴിയും. ഇതാണ് രണ്ടാമത്തെ സൗന്ദര്യ പ്രദർശനം. മൂന്നാമത്തേത്
ഭാഗികമായി വേഷം ധരിച്ചുകൊണ്ടുള്ള സൗന്ദര്യ പ്രദർശനം. സത്യത്തിൽ ഈ 3 സൗന്ദര്യ പ്രദർശനവും ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ലേ? 3 നടക്കുന്നുണ്ട്. ടൂറിസത്തിന്റെ പിൽഗ്രിമേജ് ടൂറിസം അല്ല എന്ന് മാത്രം, ടൂറിസത്തിന്റെ ഭാഗമായി കൊണ്ട് പൂർണ്ണ നഗ്നരായിക്കൊണ്ട് ആളുകൾ ഇറങ്ങുന്നുണ്ട്, പുറത്തിറങ്ങുന്നുണ്ട് അല്ലേ? ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ കേരളത്തിലെ ചില പ്രദേശങ്ങൾ അതിനുണ്ട്. ദുബായ് പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ചെന്നപ്പോ വ്യക്തമായി നമുക്കത് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേത് പാതി വസ്ത്രം ധരിച്ചു കൊണ്ടുപോകുന്ന സ്വഭാവം, അർദ്ധനഗ്നർ ആയ ആളുകൾ. ചില സമയങ്ങളിലൊക്കെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ടോപ്പ് മാത്രം ഇട്ടിട്ടാണ് ആ പെൺകുട്ടി ഇറങ്ങി വരുന്നതെന്ന് തോന്നിപ്പോകും. കാരണം ശരീരത്തിനോട് ഇണങ്ങിച്ചേർന്ന് സ്കിന്നിന്റെ അതേ നിറത്തിലുള്ള ലെഗിൻസ് ഒക്കെ ധരിച്ചിട്ട് വരുന്ന ആളുകൾ അല്ലേ? ഇന്ന് ലെഗിൻസ് എന്ന് പറഞ്ഞാൽ വീടിന്റെ അകത്ത് ധരിക്കുന്ന സാധനമാണ്. നമ്മൾ പണ്ടത്തെ അടിപ്പാവാടയ്ക്ക് പകരം ഇന്ന് ഉപയോഗിക്കുന്ന, അണ്ടർസ്കേർട്ടിന് പകരം ഇന്ന് ഉപയോഗിക്കുന്ന ഒരു വസ്ത്രമാണ്. അത് ധരിച്ചിട്ട് പെൺകുട്ടികൾ പുറത്തേക്ക് ഇറങ്ങാൻ, പ്രത്യേകിച്ച് മുസ്ലിം പെണ്ണുങ്ങൾ തലയിൽ തട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, മഫ്തൊക്കെ കുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ താഴത്തേക്ക് നഗ്നതയ്ക്ക് തുല്യമാണ്. ഒരു കാറ്റടിച്ച് ആ ടോപ്പ് ഒന്ന് ഉയർന്നു കഴിഞ്ഞാൽ ശരീരത്തിന്റെ അത്യാവശ്യ ഭാഗങ്ങൾ മുഴുവനും പ്രകടമായി കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിസാഉൻ ഖാസിയാത്തുൻ, വസ്ത്രം ധരിച്ച പെണ്ണുങ്ങൾ, ആരിയാത്തുൻ, പക്ഷെ നഗ്നരാണവർ, മായിലാത്തുൻ മുമീലാത്തുൻ, അവര് പലതരത്തിൽ ആടിക്കുഴഞ്ഞ് നടക്കുന്ന ആളുകൾ, ചാഞ്ഞും ചെരിഞ്ഞും ആടിക്കുഴഞ്ഞ് നടക്കുന്ന ആളുകൾ. റുഊസുഹുന്ന കഅസ്നിമത്തിൽ ബുഖത്തിൽ മായില, അവരുടെ തലമുടി എന്നല്ല പറഞ്ഞത്, തല കഅസ്നിമത്തിൽ ബുഖത്തിൽ മായില, ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയാണ്. ഇന്ന് പുതിയ മോഡൽ ഒരു തട്ടം കുത്തലുണ്ടല്ലോ, ഹിജാബ് കുത്തലുണ്ടല്ലോ. ആ പുതിയ മോഡൽ ഹിജാബ് കുത്തല് ഒട്ടകത്തിന്റെ പൂഞ്ഞയും ഏകദേശം ഒന്ന് തന്നെയാണ്. ലാ യദ്ഖുൽനൽ ജന്നത, അവർ സ്വർഗത്തിൽ പ്രവേശിക്കൂല. വലാ യജിദ്ന റീഹഹ, അതിന്റെ മണം പോലും കിട്ടൂല. മണം പോലും കിട്ടൂല എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവത്തിലുണ്ട്. അപ്പോൾ ഒരു വിഭാഗം ആളുകൾ, പാതി നഗ്നരായ ആളുകൾ. പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞ മറ്റൊരു വിഭാഗമാണ്, ശരീരം പൂർണ്ണമായും മറച്ചിട്ടുണ്ടാകും, പക്ഷേ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും കൃത്യമായി വെളിവാകുന്ന തരത്തിലായിരിക്കും. വസ്ത്രത്തിന്റെ മുകളിലൂടെയാണ് വസ്ത്രം ഉണ്ടാകും. ഈ 3 വിഭാഗം സൗന്ദര്യ പ്രദർശനവും അന്നും ഇന്നും നടക്കുന്നുണ്ട്. ഇതില് ഈ പറയപ്പെട്ട 2 വിഭാഗം ആളുകൾ, അതായത് പാതി ഉടുത്തവരും മുഴുവൻ ഉടുത്തിട്ട് ശരീരത്തിന്റെ ഇത് വെളിവാക്കി നടക്കുന്ന ആളുകളും, അത് പ്രകടിപ്പിക്കാൻ കിട്ടുന്ന അവസരങ്ങളെ അവർ ഉപയോഗപ്പെടുത്തും, അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു സൂംബ നൃത്തം, അത് ഭയങ്കര വിവാദമായി വന്നു അല്ലേ? വിവാദാകമ്പനി അധികം നേരൊന്നും വേണ്ടല്ലോ. സൂംബ നൃത്തം എന്താണ് സത്യത്തില് അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം? ലഹരി നിർമാർജനത്തിന് ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി, കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു നൃത്തമാണെന്നാണ് പറയുന്നത് അല്ലേ? ലഹരി ഏത് കാലഘട്ടത്തിന്റെ അടയാളാണ്? ജാഹിലിയത്തിന്റെ അടയാളാണ് ലഹരി അല്ലേ? ജാഹിലിയത്തിന്റെ തിന്മയായ ലഹരിയെ ഇല്ലായ്മ ചെയ്യാൻ ജാഹിലിയത്തിന്റെ തിന്മയായ സൗന്ദര്യ പ്രദർശനം കൊണ്ട് പ്രാക്ടിക്കൽ ആണോ? അത് ഒരിക്കലും അല്ലല്ലോ, ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല അത്. കാരണം ഇത് സൗന്ദര്യ പ്രദർശനം അതിലുണ്ട്. ആണും പെണ്ണും കൂടിക്കലരുക എന്ന ഒരു തിന്മ അതിലുണ്ട്. തബറുജുൽ ജാഹിലിയത്താണ് ആണും പെണ്ണും കൂടിക്കലരുക എന്ന തിന്മ. ഇസ്ലാമിൽ ആണും പെണ്ണും കൂടിക്കലരുന്നതിന് വ്യവസ്ഥയുണ്ട്. പക്ഷെ അത് നമുക്കത് വിവരിക്കാം, എങ്ങനെയാണ് ആണും പെണ്ണും കൂടിക്കലരേണ്ട സാഹചര്യം ഉണ്ടായാൽ ചെയ്യേണ്ടതെന്ന്. നമ്മുടെ ദീന് എപ്പോഴും ഒരു തിന്മയെ നേരിടാൻ ഏൽപ്പിച്ചിരിക്കുന്നത് തിന്മ കൊണ്ടല്ല. നമ്മൾ സാധാരണ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, തൂമ്പ കൊണ്ടെടുക്കണം അല്ലെ? തൂമ്പയെ തൂമ്പ കൊണ്ടെടുക്കണം, അതേപോലെ സൂചി കൊണ്ട് എടുക്കണം, അങ്ങനെയൊക്കെ ഒരു പ്രയോഗം ഉണ്ടല്ലോ. അങ്ങനെ ഒരു പ്രയോഗം ഇസ്ലാമിനില്ല. ഇസ്ലാമിന്റെ
ഏറ്റവും ബൃഹത്തായ, ഏറ്റവും ഇസ്ലാമിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ തന്നെ തിന്മയെ നന്മ കൊണ്ട് നേരിടുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നയം. പറഞ്ഞ മനസ്സിലാകുന്നില്ലേ? തിന്മയെ നന്മ കൊണ്ട് നേരിടുക. മഴയാണ്, തണുപ്പൊക്കെ ഉണ്ടാകും, അപ്പോൾ ഉറക്കമൊക്കെ വരും. ഞാനിങ്ങനെ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞ് സംഗതി ക്ലാസ് ഒക്കെ നല്ല ഉഷാറാണ്, പക്ഷേ മഴയത്ത് ക്ലാസ് എടുക്കാൻ ഒരു മടിയാണ്. ആളുകളോട് പറഞ്ഞിട്ട് കാര്യമില്ല, ആളുകൾ പതുക്കെ ഉറങ്ങും, ആളുകൾക്ക് നല്ല സുഖമാണ്, ഉറങ്ങാൻ തോന്നും. ലാസ്റ്റ് രണ്ട് ക്ലാസ്സിന് നല്ല ഉറക്കക്കാരൊക്കെ ഞാൻ കണ്ടിരുന്നു. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഉറങ്ങിപ്പോയാൽ നിസ്കാരത്തിന് വരെ ഉതറുണ്ട്, പിന്നെയാണ് ക്ലാസ്സിന്. അതുകൊണ്ട് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും പരമാവധി ശ്രദ്ധിക്കുക, വളരെ ഗൗരവമുള്ള വിഷയം പറയണത്. അതായത് ഇസ്ലാം എന്ന് പറഞ്ഞത് നന്മയും തിന്മയും രണ്ടും രണ്ടായിട്ടാണ് കാണുന്നത്. രണ്ടും രണ്ടായിട്ട് തന്നെയാണ് കാണുന്നത്. അത് രണ്ടും ഒന്നാക്കാൻ എങ്ങനെ നോക്കിയാലും ശരിയാവൂല. വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ, നല്ലതും ചീത്തയും സമമാവുകയില്ല. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, തിന്മയെ നിങ്ങൾ നേരിടേണ്ടത് ഏറ്റവും നല്ല നന്മ കൊണ്ടായിരിക്കണം, ഏറ്റവും നല്ല നന്മ. അപ്പൊ തിന്മയെ നേരിടാൻ ഇസ്ലാം പഠിപ്പിച്ച രീതി ഏറ്റവും നല്ല നന്മയാണ്. എന്നാൽ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം തിന്മയെ നേരിടാൻ അതിനേക്കാളും വലിയ തിന്മ. അതാണ് ജാഹിലിയ്യത്തിന്റെ സൗന്ദര്യ പ്രദർശനമാണ് ഈ സൂംബയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും. കാരണം ഈ സൂംബ എന്ന് അത് പറയുമ്പോൾ പറയും നമ്മൾ കലയ്ക്കും വിനോദത്തിനൊക്കെ എതിരാണ്. ഈ സൂംബ വിവാദം ഉണ്ടായപ്പോൾ ഒരു വിദ്വാൻ ഇരുന്ന് പറഞ്ഞ കേട്ടാ, 6-ാം നൂറ്റാണ്ടിന്റെ മതക്കാരോട് കലയെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന്. 6-ാം നൂറ്റാണ്ടിന്റെ മതക്കാരോട് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം കലയ്ക്കും വിനോദത്തിനും അതേപോലെ കായിക പ്രദർശനങ്ങൾക്കും ഇസ്ലാം എവിടെയും കൂച്ചുവിലം കിട്ടിട്ടില്ല, എവിടെ എതിര് പറഞ്ഞിട്ടില്ല. ഇസ്ലാം എവിടെയെങ്കിലും എതിര് പറഞ്ഞിട്ടുണ്ട്? നമുക്കുള്ള ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇസ്ലാം ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. എന്താ നിലപാട്? യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം. വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, ഓരോരുത്തരും നാളേക്ക് വേണ്ടി എന്ത് മുന്നൊരുക്കം നടത്തി എന്ന് ചിന്തിച്ചാൽ മതി. ആ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് എന്ത് കാര്യങ്ങളും എല്ലാം നമുക്ക് പറ്റും, പക്ഷേ നാളേക്ക് വേണ്ടിയുള്ളതായിരിക്കണം അത്. നാളത്തെ കാര്യത്തിനെ തകർത്ത് കളയുന്ന, പരലോകത്തെ തകർത്ത് കളയുന്ന ഒരു സംഗതിയും ഈ ലോകത്ത് വിശ്വാസിക്ക് പറ്റൂല. പരലോകം തകർത്ത് കളയുന്ന ഒരു ക്ലാസ് ഇവിടെ നടക്കേണ്ട നമ്മുടെ കുട്ടിക്കോ വിശ്വാസിക്ക് അത് പറ്റുമോ? ഇല്ല, പറ്റില്ല. പരലോകം തകർത്ത് കളയുന്ന ഒരു ഭക്ഷണം അവിടെ ഉണ്ടെന്ന് കൂട്ടിക്കോ വിശ്വാസിക്ക് അത് പറ്റുമോ? പറ്റില്ല. അപ്പൊ പരലോകം തകർത്ത് കളയുന്നതാകാൻ പാടില്ല ഒന്നും. അങ്ങനത്തെ ആ അതിർവരമ്പിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഏത് കലയും ഏത് വിനോദവും ഇസ്ലാം വിശ്വാസിക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നിനെ ഇസ്ലാം എതിർത്തിട്ടില്ല. ഇസ്ലാം കലയ്ക്ക് എതിരാണ്, വിനോദത്തിന് എതിരാണ് എന്ന് ഇന്നത്തെ ആൾക്കാരാണ് പറയണത്. പക്ഷെ അന്നത്തെ ആൾക്കാർ ഇസ്ലാമിനെ പറ്റി പറഞ്ഞതെന്ന് അറിയാമോ? ഇത് കവിയാണ്, ഇത് കവിതയാണെന്നാ പറഞ്ഞത്. ലോകത്തെ ഏറ്റവും വലിയ സാഹിത്യകാരന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. അന്നത്തെ സാഹിത്യകാരന്മാർ പറഞ്ഞതാണ് ഇത് കവിതയാണ്, ഇത് കഥയാണെന്ന്. എന്താ കവിതയും കഥയൊക്കെ എന്തല്ല മറ്റേ ഇതല്ലേ, കലയല്ലേ? അത് കലയാണല്ലോ. വിശുദ്ധ ഖുർആൻ അത് പറയുന്നത് യഖൂലൂന ഇന്നാല താരിഖു ആലിഹത്തിന ലിശാഇരിൻ മജ്നൂൻ, ഭ്രാന്തനായ കവിക്ക് വേണ്ടി ഞങ്ങളുടെ ദൈവങ്ങളെ ഞങ്ങൾ ഒഴിവാക്കണമെന്നാണ് പറഞ്ഞത്. വമാ അല്ലംനാഹു ശിഅറ വമാ യംബഗി ലഹു, സൂറത്ത് യാസീനിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് കവിത ചേർന്ന പണിയല്ല, അദ്ദേഹം കവിയല്ല, ഞാൻ പഠിപ്പിച്ചിട്ടില്ല കവിത. എന്നിട്ട് നമ്മളെ നോക്കിയിട്ട് പറയാണ് അവരെന്താണ് ഇതിനെതിരാണ്, കലയ്ക്കെതിരാണ് എന്നുള്ളത്.
നമ്മൾ കലയ്ക്കെതിരല്ല. നമ്മളിപ്പോ സൂംബയെ എതിർക്കുന്നതിന്റെ പ്രധാനമായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് ഈ സൗന്ദര്യ പ്രദർശനം, ആൺ പെൺ കൂടിക്കലരുക എന്നുള്ളതുണ്ട്. ഇപ്പോ 1990-കളിലാണ് ഒരു എയറോബിക്സ് ഇൻസ്ട്രക്ടർ, അയാള് ഡാൻസ് കളിപ്പിച്ചു, ഉന്മേഷത്തിന് വേണ്ടി ഡാൻസ് കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഡാൻസിൽ അയാൾക്ക് ചില പിഴവ് പറ്റി, അയാളൊന്ന് വീഴാനൊക്കെ പോയി. അതൊക്കെ അയാൾ ഒരു ഡാൻസിന്റെ വേറൊരു മോഡലാക്കി എടുത്തുകൊണ്ട് ആ അബദ്ധത്തിൽ നിന്നും അയാൾ സൂംബ എന്ന് പറയുന്ന ഇന്നത്തെ ഈ നൃത്ത കലാരൂപത്തെ ഉണ്ടാക്കിയെടുത്തു. അത് ഈ ലാറ്റിൻ അമേരിക്കൻ കലാരൂപമാണത് സൂംബ. ആ ലാറ്റിൻ അമേരിക്കൻ കലാരൂപം അതിന് ശരീരഭാരം കുറയ്ക്കാൻ പറ്റും, മെയ്വഴക്കം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതേപോലെ തന്നെ മാനസിക ഉല്ലാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അതാണ് ഇപ്പൊ ഇന്ന് സ്കൂളിലൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സംഭവം. എന്നാൽ ഇതേപോലെ മെയ്വഴക്കവും ശരീരത്തിന് ആശ്വാസവും ശരീരത്തിന് സുഖവും ലഭിക്കുന്ന ഒരു എക്സർസൈസ് നമ്മുടെ നാട്ടിൽ തുടങ്ങിയില്ലേ? അതിനെ തീവ്രവാദ പട്ടികയിൽ തള്ളിയില്ലേ? ഇത് രണ്ട് നയങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോഴും ഇവരുടെ പുറകെ നടക്കുന്ന ഈ മുസ്ലിം നാമധാരികളൊന്ന് മനസ്സിലാക്കണം. ഞാൻ പൊളിറ്റിക്സിലല്ല എൻ്റെ മെയിൻ്റെ, പക്ഷേ അവരാണ് വലിയ ആൾക്കാർ. ഞങ്ങളൊക്കെ മറ്റാൾക്കാരൊക്കെ മോശം ആൾക്കാരെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ദീനിനെ തകർക്കാൻ എവിടെ എന്തെല്ലാം കിട്ടുമോ അതൊക്കെ ഇവർ ഉപയോഗിക്കും, എല്ലാവരും ഉപയോഗിക്കും. ആരും അത്ര വലിയ മഹാന്മാരൊന്നും അല്ല ഈ കാര്യത്തിൽ. പൊളിറ്റിക്സ് അവർക്ക് ഒരു ലക്ഷ്യമുണ്ട്, അധികാരത്തിൽ കയറണം. ദീനിനെ തകർക്കാൻ കൂട്ടു നിൽക്കുകയാണ് എങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ അവരോടൊപ്പം കൂടും. യുവാക്കളെ കിട്ടും, കൗമാരക്കാരെ കിട്ടും, അത്രേ ഉള്ളൂ. നമ്മളിവിടെ ഇസ്ലാമിന്റെ കോണിലൂടെ വേണം ഈ ഇതേപോലെയുള്ള നൃത്തകലകളെയൊക്കെ കാണാൻ. ആണും പെണ്ണും കൂടിക്കലരുക എന്ന ഒരു സാമൂഹ്യ തിന്മയാണത്. ആ സാമൂഹ്യ തിന്മ കൊണ്ട് മദ്യപാനം, ലഹരി എന്ന് പറയുന്ന ഒരു സാമൂഹ്യ തിന്മയെ ഒരിക്കലും നേരിടാൻ കഴിയില്ല. അതാണ് ഖുർആൻ ചോദിച്ചത്, വലാ തബറജുന തബറുജൽ ജാഹിലിയത്തിൽ ഊല. ആദ്യകാല ജാഹിലിയത്തിന്റെ സൗന്ദര്യ പ്രദർശനം അത് പാടില്ല. അപ്പൊ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടില് ലഹരിയും ജാഹിലിയത്താണ്, സൂംബയും ജാഹിലിയത്താണ്. നിരുപാധികം ആണും പെണ്ണും കൂടിക്കലരാൻ പാടില്ല. അപ്പൊ ഉപാധിയോടുകൂടി കൂടിക്കലരാം. എന്താ ഉപാധി? ഒരു നിർബന്ധ സാഹചര്യം ഉണ്ടായി. ഉദാഹരണത്തിന് ഒരു ബസ്സിൽ യാത്ര ചെയ്യാണ്, അതിൽ ഞാൻ പെണ്ണുങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ ബസ്സിൽ കയറില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ വന്ന കുറെ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ആണും പെണ്ണും ഒരുമിച്ച് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും, ഗവൺമെന്റ് സ്ഥാപനത്തിൽ നിന്നും രാജിവെച്ചു പോയ കുറെ വിദ്വാന്മാരുണ്ട്. എന്നിട്ട് രാജിവെച്ചിട്ട് അവരെന്ത് ചെയ്തു? മലയിൽ ആടിനെ മേയ്ക്കാൻ വേണ്ടി പോയി. ആ ആടിനെ, റസൂലുള്ള ആടിനെ മേയിച്ച് ജീവിച്ച ആളാണ്, അതുകൊണ്ട് നമുക്കും ആടിനെ മേയിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കാട്ടിലേക്കും മലയിലേക്കും ആടിനെ മേയ്ക്കാൻ പോയ ആൾക്കാരുണ്ട്, ഗവൺമെന്റ് ജോലി രാജിവെച്ചുകൊണ്ട്. എന്നാൽ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ആണും പെണ്ണും കൂടിക്കലരുന്ന ഒരു ഘട്ടം ഉണ്ടായാൽ ആ ഘട്ടത്തില് നമുക്ക് ചില ഉപാധികളുണ്ട്. നിർബന്ധിതമായി നമ്മൾ വരുമ്പോൾ ആ ഉപാധികളിലുള്ള ഒന്നാമത്തെ ഉപാധി എന്താണെന്ന് വെച്ചാൽ, അങ്ങനത്തെ ഘട്ടങ്ങളിൽ പരസ്പരം ആകർഷിക്കാൻ കഴിയുന്ന വേഷവിധാനങ്ങൾ പാടില്ല. ആണും പെണ്ണും ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലത്താണ്, നിർബന്ധമാണ് നമ്മൾ അവിടെ എത്തിപ്പെടൽ, അല്ലെങ്കിൽ ആ വാഹനത്തിൽ കയറാൻ നമ്മൾ നിർബന്ധിതരാണ് എങ്കിൽ നമ്മൾ ആണായാലും പെണ്ണായാലും പരസ്പരം ആകർഷിക്കുന്ന തരത്തിലുള്ള വേഷം പാടില്ല. യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ. ഖുർആൻ പറഞ്ഞത് 24-ാം അധ്യായം സൂറത്തുൻ നൂറിന്റെ 31-ാം വചനം പറഞ്ഞ യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന, കണ്ണ് താഴ്ത്തണം അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ. വയഹ്ഫദ്ന ഫുറൂജഹുന്ന, രഹസ്യഭാഗങ്ങൾ സൂക്ഷിക്കണം. വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ, യാദർച്ഛികമായി വെളിവാകുന്ന അതല്ലാത്ത സൗന്ദര്യ പ്രദർശനം പാടില്ല. യാദർച്ഛികമായി വെളിവാകുക, അത് അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു പോയിന്റാ. യാദർച്ഛികമായി വെളിവാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണ് ബസ്സിൽ കയറുമ്പോൾ കമ്പിയിലൊക്കെ തൂങ്ങുമ്പോൾ അവളുടെ പർദ്ദ സാഹിത്യക്ക് വരും, അപ്പൊ കൈയൊക്കെ യാദർച്ഛികമായി വെളിവാകും. ബസ്സിൽ കയറുമ്പോൾ കാല് കയറ്റി വെക്കുന്ന സമയത്ത്
എന്ത് ചെയ്യും, തുണി ലേശം പൊന്തിച്ചു പിടിക്കേണ്ടി വരും. അപ്പൊ കാല് ചിലപ്പോൾ വെളിവാകും. അതൊക്കെ യാദർശികമായി വെളിവാകുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതിനർത്ഥം യാദർശികമല്ലാതെ വെളിവാകുന്ന വേഷം ധരിച്ചുകൊണ്ട് പോകാതിരിക്കുക. അതാണ് ഒന്നാമത്തെ വ്യവസ്ഥ. രണ്ടാമത്തെ വ്യവസ്ഥ, പെരുമാറ്റം വളരെ മാന്യമായിരിക്കണം. ആണും പെണ്ണും കൂടിക്കലരുമ്പോൾ പെരുമാറ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലാ യദ്രിബിന ബി അർജുലിഹിന്ന ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനത്തിഹിന്ന. അവർ മറച്ചു വെച്ചിരിക്കുന്ന സൗന്ദര്യത്തെ മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ വേണ്ടി കാലിട്ടടിക്കരുത്. സൂംബയില് പ്രധാനപ്പെട്ട പരിപാടി എന്താ? കാലും കൊണ്ടുള്ള പരിപാടി തന്നെയാ. ഒന്ന് ആലോചിച്ച് നോക്ക്. രാവിലെ വീട്ടിൽ നിന്ന് കുളിച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് വയറു നിറയെ കഴിച്ച് ഫ്രഷ് മൈൻഡോടുകൂടെ വിദ്യാഭ്യാസത്തിന് പോകുന്ന ഒരു കുട്ടി, ആണും കൗമാരക്കാരായ കുട്ടികളാണ് അല്ലേ? ആ കുട്ടികൾ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കിട്ടേണ്ടത് ഫ്രഷ് വിജ്ഞാനമാണ്, അറിവാണ് കിട്ടേണ്ടത്. അവരുടെ ബ്രെയിൻ ഈ കിട്ടുന്ന അറിവിനെ ശേഖരിക്കാൻ പ്രാപ്തമായ നിലയിലാണ് വീട്ടിൽ നിന്ന് പോണത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഈ തുള്ളിക്കളിക്കുന്നതിലൂടെ അവരുടെ ബോഡി ഹീറ്റാകുകയാണ്, അവർ വിയർക്കുകയാണ്. പ്രത്യേകിച്ച് കൗമാരക്കാര് വിയർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ ആൾക്കാർ വിയർക്കുന്നത് പോലെയല്ല. അതിൽ അണുക്കൾ കൂടുതലുണ്ട്, ദുർഗന്ധവും കൂടുതലുണ്ടാവും അല്ലേ? ഈ വിയർപ്പോട് കൂടെ ആ ഇറുകിപ്പിടിച്ച വേഷവും ധരിച്ചുകൊണ്ട് ഈ കുട്ടികൾ വൈകുന്നേരം വരെ ഈ സ്ഥാപനത്തിൽ ഇരിക്കുകയാണ്. ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ള PT പീരീഡ് പോലെ അല്ലല്ലോ ഈ രാവിലെ ആദ്യത്തെ അസംബ്ലി വിളിച്ചു ചേർത്തിട്ട് അധ്യാപകരും കുട്ടികളും തമ്മിൽ തുള്ളിക്കളിക്കുന്ന പരിപാടി. എത്ര വൃത്തികെട്ട പരിപാടിയാണത്. എവിടെ ശാസ്ത്രീയമുള്ളത്? ബുദ്ധിയും ബോധമുള്ള ഒരു മനുഷ്യന്മാരിക്കില്ല. അലൈസബീങ്കും റജുലുൻ റഷീദ് ബോധമുള്ള മനുഷ്യന്മാരുടെ കൂട്ടത്തിലില്ലേ? രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാല്, ഏതൊരു കാര്യത്തിലും പരസ്പരം റെസ്പെക്ട് ചെയ്യുന്ന ഒരു സംസ്കാരം ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അധ്യാപക വിദ്യാർത്ഥി ബന്ധം, ഗുരുശിഷ്യ ബന്ധം, അത് വളരെ പവിത്രമായ ബന്ധമാണ്. ഗുരുശിഷ്യ ബന്ധം എന്നുള്ളത് ഒരു ഉസ്താദ് എന്ന നിലയിൽ ആ ഉസ്താദിനെ ബഹുമാനിക്കുക എന്നുള്ളത് ആ ഉസ്താദിന്റെ കീഴിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു ബാധ്യതയാണ്. അതാണ് വിജ്ഞാനം കൈമാറാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം. എന്നാൽ അവരെല്ലാം ഒരേപോലെ തുള്ളിക്കളിക്കുക, അതിന്റെ അശ്ലീലത ഞാൻ പറയുന്നില്ല, വൃത്തികേട് ഞാൻ പറയുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ അഭിമുഖീകരിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന രണ്ടാമത്തെ കാര്യം, പെരുമാറ്റം ഭംഗിയാക്കണം. നല്ല പെരുമാറ്റമായിരിക്കണം. കാലിട്ടടിച്ചും കൈയിട്ടടിച്ചും ആക്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടും ആകർഷിക്കാൻ പാടില്ല. മൂന്നാമത്തേത്, സംസാരം പരസ്പരം ആകർഷിക്കുന്നതാകാൻ പാടില്ല. ആണും പെണ്ണും കൂടിക്കലരേണ്ടി വന്നാൽ ഖുർആൻ പറഞ്ഞില്ലേ, ഫലാ തഖ്ലഅന ബിൽ ഖൗലി, വർത്തമാനത്തിൽ എന്ത് ചെയ്യണ്ട, വിനയം കാണിക്കരുത്. പെണ്ണുങ്ങളോട് പറഞ്ഞതാ, വർത്തമാനത്തിൽ വിനയം കാണിക്കരുത്. ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ, മനസ്സിൽ രോഗമുള്ള ആൾക്കാർ, ഞരമ്പ് രോഗികൾ എന്നും പറയും, ഇവർക്ക് എന്ത് ചെയ്യും, അത് വർത്താനം മതി, അതിലൂടെ അവർക്ക് കീറിപ്പിടിക്കാനുള്ള വകുപ്പാവും. ഈ വ്യവസ്ഥകളൊക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ആണും പെണ്ണും കൂടിക്കലരാം. അതല്ലാത്ത കൂടിക്കലറലുകൾ മുഴുവനും തിന്മയാണ്. ആ തിന്മയെ ആ തിന്മ കൊണ്ട് മറ്റൊരു തിന്മയെ നേരിടുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അത് പ്രാവർത്തിയാക്കാൻ പറ്റില്ല. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ അസ്സയ്യിഅത, ഏറ്റവും നല്ല കാര്യങ്ങൾ കൊണ്ട് തിന്മയെ നേരിടാനാണ് പറയുന്നത്. അപ്പൊ തിന്മയെ നേരിടാൻ ഇസ്ലാം പഠിപ്പിച്ച ഏറ്റവും നല്ല മാർഗം ഏതാ? മതബോധമാണ്. ലഹരിക്കെതിരെ ഇന്ന് നടത്തേണ്ട ഏറ്റവും വലിയ ബോധവൽക്കരണം ഏതാ? മതബോധം മക്കൾക്ക് ഉണ്ടാക്കിയെടുക്കുക. മതബോധം ഉണ്ടായാൽ തന്നെ ഇവിടെ കുറെ പ്രശ്നങ്ങൾ തീർന്നു. അത് മതബോധം ഉണ്ടാക്കുന്നില്ല. ഇവിടുത്തെ ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കട്ടെ, സ്കൂൾ വിദ്യാഭ്യാസം, മദ്രസ വിദ്യാഭ്യാസങ്ങൾ മുഴുവൻ എല്ലാ മദ്രസകളും അടച്ചുപൂട്ടട്ടെ. അങ്ങനെ ഒരു തീരുമാനം ഗവൺമെന്റ് എടുക്കട്ടെ. എന്നിട്ട് സ്കൂൾ തലങ്ങളിൽ ഓരോ മതങ്ങളും
ഒരു പീരീഡ് വെച്ചിട്ട് പഠിപ്പിക്കട്ടെ. ഇവിടുത്തെ പ്രശ്നം തീർന്ന്. മുസ്ലിമീങ്ങൾ ഇസ്ലാമിനെ പറ്റി പഠിപ്പിക്കട്ടെ, ഹിന്ദുക്കൾ ഹിന്ദു മതത്തെ പറ്റി പഠിപ്പിക്കട്ടെ, ക്രിസ്ത്യാനികൾ ക്രിസ്തു മതത്തെ പറ്റി പഠിപ്പിക്കട്ടെ. മതമില്ലാത്ത ആളുകൾക്ക് ധാർമ്മിക ബോധമുണ്ടാകുന്ന വിദ്യാഭ്യാസം കൊടുക്കട്ടെ. എന്നിട്ട് സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ സമയം മാറ്റുന്നതിനെ പറ്റി ഒരു വിവാദം നടക്കുന്നുണ്ടല്ലോ. നേരത്തെ കാലത്തെ ആകട്ടെ, 7 മണിക്ക് തന്നെ സ്കൂൾ തുടങ്ങട്ടെ. എന്നിട്ട് 1-2 പീരീഡ് മതം പഠിപ്പിക്കാൻ. ഇത് മതേതര രാജ്യമല്ലേ, അപ്പൊ എല്ലാ ആളുകൾക്കും മതം പഠിക്കണ്ടേ? മതം ഇല്ലാത്ത ആൾക്കാർ സംസ്കാരം പഠിക്കട്ടെ. ചെയ്യോ ഗവൺമെന്റ്? ഇല്ല. അത് ചെയ്തു കഴിഞ്ഞാൽ ആഫീസ് പൂട്ടും, പിന്നെ അടുത്ത ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റൂല. ഒരു ഗവൺമെന്റ് അത് ചെയ്യൂല. നമ്മൾ അറിയേണ്ടത് ലോകത്ത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതാത് നാടിനനുസരിച്ച് കൊണ്ടുള്ള മതം പഠിപ്പിക്കുന്നുണ്ട്. മതബോധം ഉണ്ടാക്കിയെടുക്കണത് അതാത് നാടിനനുസരിച്ച്. ഇസ്രയേലില് ഒരു കാലഘട്ടത്തിൽ ഇസ്രയേൽ സന്ദർശിച്ചപ്പോൾ, ഇന്നത്തെ ജൂതന്മാരുടെ ഇസ്രയേൽ ടെൽ അവീവ് സന്ദർശിച്ചപ്പോൾ സത്യത്തിൽ അത്ഭുതപ്പെട്ടു പോയി. അവരുടെ മദ്രസകൾ, അവരുടെ സ്കൂളുകൾ സന്ദർശിച്ചു. ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു സിലബസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനത്തിന്റെ ഭാഗമായിട്ടുള്ള യാത്രയായിരുന്നു. അവരുടെ സ്കൂളുകൾ സന്ദർശിച്ചു. അപ്പോൾ സ്കൂളുകളിൽ 30% പീരീഡുകൾ അവർക്ക് മതം പഠിക്കാനുള്ളതാണ്. 30% പീരീഡ് മതം പഠിക്കാൻ. ആ മതം പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ താരതമ്യ പഠനമുണ്ട്, താരതമ്യ മതപഠനമുണ്ട്. പരിശുദ്ധ ഖുർആൻ ആഴത്തിൽ പഠിപ്പിക്കുന്ന ജൂതന്മാരുടെ സ്കൂളുകളുണ്ട്. ഖുർആൻ ആഴത്തിൽ പഠിപ്പിക്കുന്ന സ്കൂളുകൾ. എന്തിനാ ഖുർആൻ ആഴത്തിൽ പഠിപ്പിക്കുന്നത്? ഇസ്ലാമിനെ എതിർക്കാനും തകർക്കാനും ഖുർആൻ പഠിച്ചിരിക്കണം. ഇസ്ലാമിനെ എതിർക്കണമെങ്കിൽ ഖുർആൻ പഠിക്കണം. അതിനെ തളർത്തണമെങ്കിൽ ഖുർആൻ അതിൽ നിന്ന് വേണം എടുക്കാൻ. അതിനുവേണ്ടി പഠിപ്പിക്കുന്നു. ക്രിസ്തു മതത്തെ പറ്റി പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ ചൈന പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ചെന്നപ്പോൾ അവിടെ മതത്തിനല്ല പ്രസക്തി, മതത്തിൽ പ്രസക്തി കുറവാണ്. പക്ഷേ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്നത് ധാർമ്മികതയാണ്. ആ ധാർമ്മികത എവിടെ നിന്ന് അവരെടുത്തു എന്ന് ചോദിച്ചാൽ അത് ഇസ്ലാമിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇസ്ലാമിൽ നിന്നാണ് എല്ലാം എടുത്തിട്ടുള്ളത്. ക്രിസ്ത്യാനികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പോയാൽ ക്രിസ്തു മതത്തെ പറ്റി പഠിപ്പിക്കുന്നു. പക്ഷേ ഒരു മതേതര രാജ്യം എന്ന നിലയിൽ നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവരവർക്കനുസരിച്ചുള്ള മതം പഠിക്കാനുള്ള അവസരം കൊടുക്കട്ടെ. ഇന്ന് ശരിക്കും ഡീപ്പായിട്ട് സിസ്റ്റമാറ്റിക്കലായിട്ട് മതം പഠിക്കുന്ന ഏക വിഭാഗം മുസ്ലിങ്ങളാണ്. ബാക്കിയുള്ള ആൾക്കാരൊന്നും അങ്ങനെ ഡീപ്പായിട്ട് മതം പഠിക്കുന്നില്ല. സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പ് മദ്രസയെ ചേർക്കണമെന്ന് വാശിയുള്ള ആൾക്കാർ മുസ്ലിങ്ങളാണ്. എന്നാൽ എല്ലാ മതക്കാരും അവരുടെ മതം പഠിക്കാൻ തയ്യാറായാൽ തന്നെ സാമൂഹ്യ ദുരാചാരങ്ങൾ ഒരു പരിധി വരെ തടയിടാൻ കഴിയും. മതബോധം ഉണ്ടാക്കിയെടുക്കണം. ലഹരി പോലെയുള്ള തിന്മയെ നേരിടാൻ വെറും ഒരു കേവല മതബോധം പോരാ. അതിന് ദൈവഭയം, പടച്ചോനെ പറ്റിയുള്ള ഭയം കൂടുതലുള്ള മതബോധം ഉണ്ടാക്കിയെടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇസ്ലാം വ്യഭിചാരം നിഷിദ്ധമാക്കി. ലാ തഖറബു സിന, ഖുർആൻ പറഞ്ഞു നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുതെന്ന് പറഞ്ഞു. അത് ഫാഹിഷത്താണ്, മ്ലേച്ഛതയാണെന്ന് പറഞ്ഞു. ഒറ്റ വാക്കുകൊണ്ട് പറഞ്ഞു അല്ലേ. റിബയെ ഇസ്ലാം നിഷിദ്ധമാക്കി, പലിശയെ നിഷിദ്ധമാക്കി, ഒറ്റ വാക്കുകൊണ്ട് നിഷിദ്ധമാക്കി. കളവ് പറയരുത്, ഒറ്റ വാക്കുകൊണ്ട് നിഷിദ്ധമാക്കി. വഞ്ചന കാണിക്കരുത്, ഒറ്റ വാക്കുകൊണ്ട് നിഷിദ്ധമാക്കി. അതേപോലെ ഗീബത്ത് നമീമത്ത് പറയരുത്, ഒറ്റ വാക്കുകൊണ്ട് നിഷിദ്ധമാക്കി. എന്നാ കള്ളു കുടിക്കരുത് എന്ന് ഒറ്റ വാക്കുകൊണ്ട് പറഞ്ഞോ? ഇല്ല. കള്ളുകുടി, കാരണം അത് ഒഴിവാക്കണമെങ്കിൽ ഭയങ്കര പ്രയാസ. അത് മനുഷ്യരുടെ രക്തത്തിൽ അരിഞ്ഞു ചേർന്ന് പോയി ലഹരി. അതിൽ നിന്ന് അതിന്റെ അഡിക്ഷൻ, ആ അഡിക്റ്റായി പോയ ആളുകളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കണമെങ്കിൽ വലിയ ശ്രമം ഉണ്ടാകണം. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ലഹരി ഇത്രമാത്രം വൈഡായി വരാൻ ഉണ്ടായ കാരണം
ഒരു ഭൂതത്തെ തുറന്നു വിട്ടതാണ്. ലഹരിയോടുള്ള നമ്മളുടെ ഇവിടത്തെ ഭരണകൂടത്തിന്റെ സമീപനം ഒന്ന് അയഞ്ഞു. ഇവിടെ ആയിരക്കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥന്മാരും വിജിലൻസും ക്രൈംബ്രാഞ്ചും അവരുടെ തലപ്പത്തിരിക്കുന്ന അതിവിദഗ്ധരായിരിക്കുന്ന ആളുകളൊക്കെ അടങ്ങുന്ന ഒരു വലിയ പ്രതിരോധ സംവിധാനമുള്ള നിയമ നടപടി സ്വീകരിക്കാൻ പറ്റുന്ന പ്രാപ്തമായ ഒരു രാജ്യമാണ് നമ്മുടെ നാട്. ആ നാട്ടില് രഹസ്യമായി കള്ളും കഞ്ചാവും MDMA കൊണ്ടുവന്ന് വിതരണം ചെയ്ത് സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരത്തും ഇത് പരസ്യമായി വിതരണം ചെയ്ത് മക്കളെ കൊണ്ട് ഇത് ഉപയോഗിപ്പിച്ച് എന്തിനു വേണ്ടിയാ? 4 വോട്ടിന് വേണ്ടിയാണല്ലോ ചെയ്തത്. 4 വോട്ടിന് വേണ്ടി ചെയ്ത പണിയല്ലേ? ഒരു കുപ്പിയുടെ അകത്തുള്ള ഭൂതത്തെ തുറന്നു വിട്ട പോലെയാണ് ഈ ലഹരിയെ തുറന്നു വിട്ടത് നമ്മുടെ നാട്ടില്. ഈ കഴിഞ്ഞ 10 കൊല്ലത്തിന്റെ ഇപ്പുറത്തേക്കുള്ള കാര്യം ഈ പറഞ്ഞത്. എന്നിട്ട് ഇന്ന അതിനെ പിടിച്ചു കെട്ടാൻ അതിനേക്കാളും വലിയൊരു വിപത്തിനെ കൊണ്ടുവന്നാലോ? 3 ഘട്ടമെടുത്താണ് വിശുദ്ധ ഖുർആൻ ഇസ്ലാം മദ്യം നിരോധിച്ചത്. ലോകത്ത് ഇസ്ലാം അല്ലാത്ത ഏതെങ്കിലും മതം മദ്യം നിരോധിച്ചിട്ടുണ്ടോ? ഇതുപോലെ ഒരു മതവും സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പിലാക്കിയിട്ടില്ല. ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ വിശുദ്ധ ഇസ്ലാം മദ്യനിരോധനത്തിന്റെ 1ാം സ്റ്റെപ്പ് ആരംഭിക്കുമ്പോൾ തന്നെ അവർ പാടിയിരുന്ന കവിത ഇദാമുത്തു പദുഫന്നി ഇലാ ജംബി കറമത്തി തുറവ്വി ഇളാമി ബഅദ മൗതി ഉറൂഖുഹ. ഞാനെങ്ങാനും മരിച്ചാല് മുന്തിരി വള്ളിയുടെ ചോട്ടിൽ കൊണ്ടുപോയിട്ട് എന്നെ മറവ് ചെയ്യണം. മുന്തിരി വള്ളിയുടെ വേരിൽ നിന്ന് മിറ്റ് വീഴുന്ന മദ്യത്തിന്റെ തുള്ളികൾ എൻ്റെ എല്ലുകളിൽ സ്പർശിക്കുമ്പോൾ എനിക്ക് ഉണർവുണ്ടാകും. മദ്യത്തോടുള്ള ആസക്തി അതായിരുന്നു. അവിടെയാണ് 1ാമത്തെ വചനം ഇറങ്ങുന്നത്. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ. മദ്യത്തെ സംബന്ധിച്ച് അങ്ങയോട് അവർ ചോദിക്കും. എങ്കിൽ പറയുക ഖുൽ ഫീഹിമ ഇസ്മുൻ കബീർ. ഇവയിൽ എന്തുണ്ട്? വലിയ കുറ്റമുണ്ട്. വ മനാഫിഉ ലിന്നാസ്. ജനങ്ങൾക്ക് ഉപകാരമുണ്ട്. അത് ഖുർആൻ പറയുന്നുണ്ട്. മദ്യത്തില് ജനങ്ങൾക്കൊരു ഉപകാരം ഇല്ല എന്ന് പറയുന്നില്ല. ഏത് MDMA കാര്യമല്ല ഈ പറഞ്ഞത്. MDMA കാര്യമല്ല. വാറ്റിയെടുത്തുണ്ടാക്കുന്ന കള്ള് പോലെയുള്ള സാധനങ്ങളില്ലേ, അതിൽ ജനങ്ങൾക്ക് ഉപകാരമുള്ള സാധനങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ പല മെഡിസിനുകളിലും ഇത് ഉപയോഗിക്കേണ്ടി വരുന്നത്. നമ്മൾ കഴിക്കുന്ന പല മെഡിസിനുകളിലും എന്തുണ്ട്? ഈ ലഹരി ആൽക്കഹോളും അതേപോലെ മദ്യത്തിന്റെ പല അംശങ്ങളും ഉണ്ട്. പല അരിഷ്ടങ്ങളിലുണ്ട്. ഇംഗ്ലീഷ് മരുന്നുകളിലാണെങ്കിലും പല മെഡിസിനുകളിലുണ്ട്. പണ്ട് പാലക്കാട് ഞാനൊരു ജോലിക്ക് ചെന്നപ്പോൾ അവിടെ ഒരു വലിയ വിവാദം നടന്നിരിക്കുകയാണ്. എന്താ വിവാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ പള്ളി ഒരു തമിഴ്നാട്ടിലെ ഒരു ഖത്തീബായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പാണ്, 1998 സംഭവമാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ പള്ളിയിലത്തെ ഖത്തീബ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം സ്ഥിരമായിട്ട് 3-4 ബോട്ടിൽ ചുമയുടെ മരുന്ന് മേടിച്ചു കുടിക്കുമായിരുന്നു. എന്താണെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ മൂപ്പര് സുഖമില്ലാത്ത ആളെ പോലെ ഇങ്ങനെ കിടക്കുമായിരുന്നു. അവസാനം ആണ് മനസ്സിലായത് ഇത് കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ ലഹരി ഉണ്ടാവും. അപ്പോൾ 3-4 ബോട്ടിൽ കുടിച്ചു കഴിഞ്ഞിട്ട് കിക്കായി കിടക്കുമായിരുന്നു. അവസാനം ഞാനവിടെ ഖത്തീബായി ചെല്ലുമ്പോൾ ഈ വിവാദങ്ങൾ നിലനിൽക്കുന്ന സമയമാണ്. അപ്പോൾ അവിടെ പള്ളിയുടെ മുകളിൽ പോയിട്ട് ഇവര് ഒരു പരിശോധന നടത്തിയപ്പോൾ ചാക്ക് കെട്ട് കുപ്പികൾ, എന്തിന്റെ? ചുമമരുന്നിന്റെ കുപ്പികൾ. അതിലൊക്കെ ഇപ്പൊ എന്തുണ്ട്? ഈ ലഹരി ഉള്ളത് കൊണ്ടാണല്ലോ. അതുപോലെ തന്നെ പലതരത്തിലുള്ള ലേഹ്യങ്ങളിൽ കറുപ്പ് പോലെയുള്ള ലഹരി വസ്തുക്കൾ ആഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇതിന്റെ ഒരു വശം തന്നെയാണ്. അപ്പൊ അതിന് ഉപകാരമുള്ളത് കൊണ്ടാണ്. അത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ അതിന്റെ ഹുക്കുമ് വേറെ, അത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ അക്കൂട്ടത്തിൽ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ പറയാം, ചില ആൾക്കാർ വന്ന് ചോദിക്കും സ്പ്രേ അടിക്കാമോ, അതിൽ ആൽക്കഹോൾ ഇല്ലെന്ന് ചോദിക്കും. സ്പ്രേയുടെ ആൽക്കഹോളും ലഹരിക്ക് ഉപയോഗിക്കുന്ന ആൽക്കഹോളും രണ്ടും രണ്ടാ. ഈഥയിൽ ആൽക്കഹോളാണ് എന്തിനുപയോഗിക്കുന്നത്? ലഹരിക്ക് ഉപയോഗിക്കുന്ന ആൽക്കഹോൾ. സ്പ്രേയിൽ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ എന്തല്ല, ലഹരിക്ക് ഉപയോഗിക്കുന്ന പോലത്തെ ആൽക്കഹോൾ അല്ല. അത് രണ്ടും രണ്ടാണ്. അതുകൊണ്ട് തന്നെ അത് ആ സംശയത്തിന് സ്ഥാനമില്ല. അപ്പോൾ എന്തോ ആകട്ടെ,
അപ്പൊ അതിന് ഉപകാരമുണ്ട്, അതിന് ഉപദ്രവമുണ്ട്. പക്ഷെ ഇസ്മുഹുമ അക്ബറു മിൻ നഫ്ഇഹിമ, ഉപകാരത്തെക്കാൾ കൂടുതൽ ഉപദ്രവമാണ് ഉള്ളത്. പ്രമുഖരായിരിക്കുന്ന പല ഈ രാഷ്ട്രീയ പ്രഭാഷകരും അതേപോലെ സാംസ്കാരിക പ്രഭാഷകരൊക്കെ, എനിക്കറിയുന്ന മതപ്രഭാഷകരെ പറ്റി അല്ലട്ടോ ഞാൻ ഈ പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. രാഷ്ട്രീയ പ്രഭാഷകരും അതേപോലെ സാംസ്കാരിക പ്രഭാഷകരായ ആളുകൾ, പ്രമുഖരായ ആളുകൾ, അവർ പ്രസംഗിക്കാൻ കയറുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ഇത് ലേശം കുടിച്ചിട്ട് കയറുമായിരുന്നു. ഒരു ഒരു സാഹിത്യകാരനെ എനിക്കറിയാം, മരണപ്പെട്ടു പോയൊരു സാഹിത്യകാരനെ എനിക്കറിയാം. അദ്ദേഹത്തിനോട് കൂടെ ഞാൻ കുറച്ചു കാലം യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു സാംസ്കാരിക നായകനും കൂടിയായിരുന്നു മുമ്പ്. മുസ്ലിം അല്ല കേട്ടോ. അദ്ദേഹം പ്രസംഗിക്കുന്നതിന് മുമ്പ് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹം ഒരു അല്പം കഴിച്ചിട്ടാണ് ഇറങ്ങുന്നത്. എന്നിട്ട് അപ്പോൾ സംസാരത്തിന് സ്ഫുടതയും വാക്കുകൾക്ക് ഒഴുക്കൊക്കെ ഉണ്ടാകുമല്ലോ. അതെങ്ങനെയാണ് അതിൻ്റെ തത്വം നമുക്കറിയില്ല. അപ്പൊ ഉപകാരമുണ്ട്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഉപദ്രവമാണ്. ഈ ആയത്ത് ശുദ്ധ ഖുർആൻ അൽ-ബഖറയുടെ 219 വചനം അവതരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ആളുകൾ മദ്യത്തോടുള്ള ആ കൂടുതൽ ഉപയോഗം നിർത്തി. പക്ഷെ കള്ള് കുടിച്ചു കഴിഞ്ഞാല് അപ്പൊ തന്നെ അതിന്റെ കെട്ടിറങ്ങൂലല്ലോ. അപ്പൊ കള്ള് രാവിലെ കുടിച്ചിട്ടുണ്ടാവില്ലെങ്കിൽ 10 മണിക്ക് കുടിച്ചിട്ടുണ്ടാകും. നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോ, അല്ലെങ്കിൽ വൈകുന്നേരം കുടിച്ചിട്ടുണ്ടാവും, മഗ്‌രിബ് നിസ്കരിക്കാനോ ഇശാ നിസ്കരിക്കാനോ വരുമ്പോ, അല്ലെങ്കിൽ രാത്രി കുടിച്ചിട്ട് കിടന്നിട്ടുണ്ടാവും, സുബഹി നിസ്കരിക്കാൻ വരുമ്പോ, ഇതിന്റെ ഈ ലഹരിയിൽ ഇവരെന്ത് ചെയ്യും? ഖുർആന്റെ വചനങ്ങൾ തെറ്റിച്ചോതുകയും അതേപോലെ പലതരത്തിലുള്ളതായ കോപ്രായങ്ങൾ കാണിക്കുകയും ചെയ്തു. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ തെറ്റിച്ചോതാനൊക്കെ തുടങ്ങി ഖുർആൻ. അങ്ങനെ വന്നപ്പോൾ യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തഖറബു സ്വലാത്ത വ അൻതും സുക്കാറ, നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ കള്ളു കുടിക്കരുത്. കള്ളു കുടിക്കരുതെന്നല്ല പറഞ്ഞത്. വ അൻതും സുക്കാറ, ലഹരി ബാധിച്ചിരിക്കെ നിങ്ങൾ നിസ്കരിക്കരുത് എന്ന് പറഞ്ഞാൽ മദ്യത്തിന്റെ കെട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ടേ നിങ്ങൾ നിസ്കരിക്കാവൂ. അങ്ങനെ വരുമ്പോ അങ്ങനെ വന്നപ്പോ അവരെന്ത് ചെയ്തു? കള്ളുകുടി നിസ്കാരത്തിന്റെ സമയവുമായി അവർ താരതമ്യം ചെയ്തിട്ട് നിസ്കരിക്കാൻ പോകുമ്പോഴേക്കും കള്ളിന്റെ കെട്ടിറങ്ങാൻ പാകത്തിനുള്ള സമയത്ത് കള്ളുകൂടി മാറ്റി. അപ്പൊ കൺട്രോൾ വന്നു. ഈ ഒരു കൺട്രോൾ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഹിജ്റ 3-ാം കൊല്ലം ഉഹുദ് യുദ്ധത്തിന് ശേഷം. അപ്പൊ നോക്ക്, ഇസ്ലാം എവിടെ എത്തി? ഉഹുദ് യുദ്ധത്തിന് ശേഷം എന്ന് പറയുമ്പോ 13 കൊല്ലം മക്ക, 3 കൊല്ലം മദീന, 16 കൊല്ലം കഴിഞ്ഞ്. ഇസ്ലാം സമ്പൂർണ്ണമാകാൻ ഇനി എത്ര കൊല്ലമുള്ളൂ? 7 കൊല്ലം കൂടെ ബാക്കിയുള്ളൂ. ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഹുക്കുമുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ് മദീന കാലഘട്ടം. അക്കാലഘട്ടത്തിലാണ് യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസ്റു വൽ അൻസാബു വൽ അസ്ലാം, മദ്യപാനം, കള്ളുകുടി, ചൂതാട്ടം, പ്രതിഷ്ഠ, പ്രശ്നം വെച്ചു നോട്ടം, ഇതെല്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ, ശൈത്താന്റെ പ്രവർത്തനങ്ങളിലെ മ്ലേച്ഛതയാണ്. അതുകൊണ്ട് ഫജ്തനിബൂ, അത് നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കൂ. അപ്പോഴാണ് 3 ഘട്ടമെടുത്തു ലഹരി മുക്തമാക്കാൻ. ആ 3-ാം ഘട്ടം ഇറങ്ങിയപ്പോൾ സഹാബികള് സദസ്സുകൂടി കള്ളുടിച്ചുകൊണ്ടിരിക്കുന്ന സദസ്സിലേക്ക്, ഏതൊരു സഹാബിയുടെ സദസ്സിലേക്ക് ഈ ആയത്ത് കേട്ട സഹാബി വന്നിട്ട് പറഞ്ഞു, അറിഞ്ഞില്ലേ മദ്യപാനം നിരോധിച്ചിരിക്കുന്നു, കള്ളുകൂടി നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ വീപ്പയിലുണ്ടായിരുന്ന ആ മദ്യം മുഴുവൻ ഒഴുക്കിക്കളഞ്ഞു അവര്. അതിനവർക്ക് കഴിഞ്ഞത് എന്തുകൊണ്ടാ? ഒന്ന് അവരിൽ മതബോധമുണ്ടായി, 2 പടച്ചോനെ പറ്റിയുള്ള ഭയം അവരിലുണ്ടായി. ഇതുകൊണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുള്ളൂ? തിന്മ തടയാൻ പറ്റുള്ളൂ. മതബോധം ഉണ്ടാക്കിയെടുക്കണം. അതിനിപ്പോ ആരൊക്കെ എങ്ങനെയൊക്കെ ഡെക്കറേഷൻ ചെയ്തിട്ട് പറഞ്ഞാലും നഹ്നു അഅലമു ബിമാ യസിഫൂൻ, ഖുർആൻ പറഞ്ഞില്ലേ? ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞത് നഹ്നു അഅലമു ബിമാ യസിഫൂൻ, ഇവർ വർണ്ണിച്ച് പറയുന്നതിനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം, അള്ളാഹ്ക്കറിയാം. ഇതിന് സൂംബയ്ക്ക് എന്തെല്ലാം വർണ്ണന കൊടുത്തിട്ടും കാര്യമില്ല, അത് അള്ളാഹുവിനറിയാം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ കാഴ്ചപ്പാടില് ഈ തിന്മയെ ഒരിക്കലും തിന്മ കൊണ്ട് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അങ്ങനെ നടക്കൂല. അത് പരാജയത്തിലേ എത്തുള്ളൂ. അതുകൊണ്ട് ഖുർആനിലെ പലയിടങ്ങളിലും പറയുന്നുണ്ട്, നിങ്ങൾ തിന്മയെ നന്മ കൊണ്ടേ നേരിടാവൂ, തിന്മയെ തിന്മ കൊണ്ട് നേരിടാൻ പാടില്ല.
പക്ഷെ ഇന്ന് നമ്മൾ ആ നിലപാടുകാരാണോ ശരിക്കും? നമുക്കൊരു വിഷയം ഉണ്ടായി, ഒരു വഴക്കുണ്ടായി. വഴക്കുണ്ടായാൽ ആ വഴക്കിന്റെ മുഖത്ത് നമ്മൾ അവനേക്കാൾ 10 ഇരട്ടി അല്ലെങ്കിൽ 100 ഇരട്ടി വീര്യം കാണിക്കൂലേ? എടാ എന്ന് വിളിച്ചാ പോടാന്ന് 4 പ്രാവശ്യം വിളിച്ചിട്ടല്ലേ നമ്മൾ പോവുള്ളൂ. അല്ലേ? അല്ലേ? അങ്ങനെയല്ലേ ഉണ്ടാകുക? കഴിഞ്ഞ അടുത്ത ദിവസം ഞാനൊരു യാത്ര പോവുക, കൂടുതലൊരു യാത്ര പോവുക. ഒരാൾ മുമ്പിൽ കാറിലുണ്ട്. അപ്പൊ അയാള് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ തീർന്നു അമർത്തി ഹോൺ അടിച്ചു. അവൻ വണ്ടി ഒതുക്കിയിട്ട് ഓൻ എന്നെ പോകാനുള്ള പെർമിഷൻ തന്ന്. എന്നിട്ട് ഓൻ്റെ പുറകിൽ നിന്നിട്ട് വഴിക്കടവ് മുതല് നാടുകാണി വരെ പുറകിൽ നിന്നിട്ട് ഹോൺ അടിച്ചോ. അപ്പൊ എമ്മാതിരി ഹോൺ അടിക്കുന്നു. ഇതാണ് മനുഷ്യന്റെ സംസ്കാരം. അതാണ്, ഒരാളൊരു തിന്മ ചെയ്താൽ അത് അവന്റെ വിവരക്കേട് കൊണ്ടോ സാഹചര്യ സമ്മർദ്ദം കൊണ്ടോ, അത്രേ ഉള്ളൂ. നമ്മൾ എത്ര കണക്കാക്കിയാൽ മതി. നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ അള്ളാഹു ഈ ഭൂമിയിൽ സംവിധാനിച്ചിട്ടുള്ളത് തിന്മയും ചെയ്യാൻ പാകത്തിനാണ്. നിങ്ങളുടെ ക്ലാസ് എടുക്കണ മൗലവി ഒരു തിന്മ ചെയ്ത മൗലവി നിങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു കേട്ടോ. ഇല്ല, മൗലവിയും ചെയ്യും, മൗലവിക്കും പറ്റും അത്. പക്ഷെ അയാൾ സൂക്ഷിക്കണം. അങ്ങനെ ഒരു വിഷയം നമ്മുടെ മുമ്പിൽ വന്നാൽ, ഒരാളെ പറ്റി ഒരു തിന്മയുമായി ബന്ധപ്പെട്ടൊരു വിഷയം വന്നാൽ, പരമാവധി അത് നന്മ കൊണ്ട് അതിനെ നമുക്ക് നേരിടാൻ കഴിയണം. വാർത്ത പ്രചരിപ്പിക്കാതിരിക്കുക, അയാളെ നാണം കെടുത്താതിരിക്കുക, അയാളെ സംബന്ധിച്ചിട്ടുള്ളതായ വർത്തമാനങ്ങൾ പരമാവധി ചുരുക്കുക, അത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാതിരിക്കുക. ഇതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു തആല 2 കൂലി കിട്ടുമെന്ന് പറഞ്ഞ ചില ആൾക്കാരുണ്ട് നാളെ പരലോകത്ത്. 2 കൂലി, ഒരു കൂലിയല്ല. ഒരു മാസം പൂർത്തിയായി കഴിഞ്ഞ് ശമ്പളം മേടിക്കാൻ ചെന്നപ്പോൾ 10,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾ ശമ്പളം മേടിക്കാൻ ചെന്നപ്പോൾ ഒരു പ്രാവശ്യം ശമ്പളം കൊടുത്തു, പിന്നെയും ശമ്പളം കൊടുത്തു. അങ്ങനെ 2 പ്രാവശ്യം കൂലി തരുന്ന ചില അമലുകളെ പറ്റി ഖുർആനിൽ പറയുന്നുണ്ട്. ഉലൈക യുതൗന അജ്റഹും മറത്തൈൻ, അക്കൂട്ടർക്ക് 2 പ്രാവശ്യം കൂലി കൊടുക്കും. അതിൽ ഒന്നാമത്തെ കാര്യം എന്താ? അവർ ചെയ്ത പ്രവർത്തനം ബിമാ സബറു, അവർ ക്ഷമിച്ചു. വയദ്റഊന ബിൽ ഹസനതി അസ്സയ്യിഅത, തിന്മയെ നന്മ കൊണ്ട് അവർ നേരിട്ടു. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നമ്മൾ നൽകിയ നന്മകൾ അവർ ചെലവഴിച്ചു. വഇദാ സമിഉൽ ലഗ്വ, പാഴായ വർത്താനങ്ങളോ പാഴിലേക്കുള്ള ക്ഷണങ്ങളോ കിട്ടിക്കഴിഞ്ഞാൽ അഅറദു അൻഹു, അവർ അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളയും. പാഴായ ഒരു പ്രവർത്തനം കണ്ട്, അല്ലെങ്കിൽ പാഴിലേക്കാണ് പോകുന്നത്. ഈ തുള്ളിക്കളി പാഴല്ലേ, അതുകൊണ്ട് എന്താക്കണം? പാഴായ ഒരു വർത്തമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ പറയും ലന അഅമാലുന വലക്കും അഅമാലുക്കും, ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്തോളാം, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്തോ. സലാമുൻ അലൈക്കും, നിങ്ങളോട് സലാം. നിങ്ങളായിട്ട് നമ്മൾക്ക് എന്തില്ല, ഒരു രമ്യതയില്ല. നമുക്ക് വേറെ, നിങ്ങൾക്ക് നിങ്ങളെ വഴി, നമുക്ക് നമ്മുടെ വഴി. ലാ നബ്തഗി അൽ ജാഹിലീൻ, നമ്മൾ ജാഹിലീങ്ങളുടെ കൂട്ടത്തിലില്ല. പക്വതയുള്ള വർത്തനാണത്. ഒരു മുഅ്മിനിന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രവർത്തനമായിട്ടാണ് അതിനെ കാണിക്കുന്നത്. 2 പ്രതിഫലം കിട്ടുന്ന പറഞ്ഞതിന് പരലോകത്ത് അല്ലാഹു തആല അങ്ങനെ കൊടുക്കും 4 വിഭാഗം ആളുകൾക്ക്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം, ജാഹിലിയ്യത്തിന്റെ സൗന്ദര്യ പ്രദർശനം പോലെയുള്ള ജാഹിലിയ്യത്തിന്റെ ഇത്തരം സംസ്കാരങ്ങൾ, ആ സംസ്കാരങ്ങൾ പരമാവധി നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബത്തിലേക്ക് വരാതിരിക്കാനുള്ള ശ്രമങ്ങളായിരിക്കണം നമ്മൾ നടത്തേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം താരീഖുകളിൽ കാണാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ടിന്റെ ഹദീസാണ്. കുന്തു അംശി മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കേട്ട് പരിചയമുള്ള ഒരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞങ്ങൾ യാത്ര ചെയ്യായിരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ബുറുദുൻ നജ്റാനിയുൻ ഖലീലുൽ ഹാഷിയത്തി, സൈഡുകൾക്ക് നല്ല ഈ കട്ടിയുള്ള ഒരമുള്ള ഒരു നജ്റാനിയൻ പുതപ്പുണ്ടായിരുന്നു നബിയുടെ ശരീരത്തിൽ. അരികിന് നല്ല ഒരമുള്ള നജ്റാനിയൻ പുതപ്പ്. അദ്റക്കഹു അഅറാബിയുൻ, ഒരു അറാബി വന്നിട്ട് ആ പുതപ്പി പിടിച്ചൊരു ഒറ്റ വലി വലിച്ചു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഭാഗത്ത് ചുമപ്പ് നിറം വന്ന്, തുണി ഒരഞ്ഞാൽ തൊലി പോകൂലോ, അങ്ങനത്തെ നിറം വന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അയാൾ പറഞ്ഞ്, യാ മുഹമ്മദ് മുർലി മിൻ മാലില്ലാഹി അല്ലദി ഇൻദക, അള്ളാന്റെ കുറെ പൈസ എൻ്റെ കയ്യിലില്ലേ, കുറച്ച് പൈസ ഉള്ളൂ. റസൂലുള്ളാഹി പറഞ്ഞ, അള്ളാന്റെ കുറെ പൈസ എൻ്റെ കയ്യിലില്ലേ, പൈസ ഓടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫളഹിക, ചിരിച്ചു. തുമ്മ അമറ ലഹു ബി അതാഇൻ, അയാൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അപ്പൊ കണ്ടില്ലേ, അയാൾക്ക് എന്തെങ്കിലും കൊടുക്കുന്ന പറഞ്ഞു. നമ്മൾ ചെയ്യും, നമ്മളെങ്ങനെ ചീത്ത പറഞ്ഞാൽ എന്തെങ്കിലും കൊടുക്കാൻ കട്ട്. ഈ സംഭവം നമ്മളോട് പറഞ്ഞു തരുന്ന എന്താ? ഏത് സന്ദർഭത്തിലും നമ്മുടെ നിലപാടുകളാണ് കാണിച്ചു തരുന്നത്. ഒരു നന്മ, ഒരാൾ തിന്മ ഇങ്ങോട്ട് ചെയ്ത് തിരിച്ച് നമ്മളൊരു നന്മ ചെയ്തു കഴിഞ്ഞാല് അയാൾ പിന്നെ വൈദല്ലതി ബൈനക വ ബൈനഹു അദാവത്തുൻ, നിന്റെയും അവന്റെ ഇടയിലുള്ള ശത്രുത പോയി. കഅന്നഹു വലിയുൻ ഹമീം, ആത്മമിത്രമായി മാറും അവൻ. അതാണ് നമ്മുടെ നിലപാട് എപ്പോഴും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്ത് വെച്ച് പറഞ്ഞൊരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കല് ഒരു ജൂതന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ കടം മേടിച്ചു. പൈസ ആരുടെയും കയ്യിൽ നിന്ന് മേടിക്കാം, നമ്മുടെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് തന്നെ മേടിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ആര് തരുന്നോ അവരുടെ നിന്ന് മേടിക്കാം. കുറച്ച് ദീനാറ് കടം വാങ്ങിച്ചു. അങ്ങനെ നബീനെ ഒന്ന് അപമാനിക്കണമെന്ന തീരുമാനം, ജൂതന്റെ സ്വഭാവം അതാണല്ലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ജൂതന്റെ സംസ്കാരം. നബീനെ ഒന്ന് അപമാനിക്കണമെന്ന തീരുമാനത്തിൽ ഇയാൾ പോയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു നബിയും കൂടെ ഒരു വഴിക്ക് നടന്നു പോകുമ്പോ പറഞ്ഞ്, യാ മുഹമ്മദ് ഇഖ്ലി ദീനി, പൈസ തിരിച്ചാണ്. ആണല്ലോ, ഈ പൈസ കടം മേടിച്ചു കഴിഞ്ഞാല് പൈസ കിട്ടാണ്ട് വരികയാണെങ്കിൽ അയാളുടെ വീട്ടിലേക്ക് പോകും, അയാളുടെ ഷോപ്പിലേക്ക് പോകും, എന്നിട്ട് അവിടെ നിന്ന് ഒച്ചപ്പാടും ബോളം ഉണ്ടാക്കുമ്പോൾ നാണക്കേട് ഒഴിച്ചിട്ട് കൊടുത്തിട്ട് പോകും. അതന്നെ ഇയാൾ ചെയ്തത്. അവധി എത്തിയിട്ടില്ല, കൊടുക്കാനുള്ള സമയമായിട്ടില്ല, എന്നാലും ഒന്ന് നാണം കെടുത്താൻ തീരുമാനിച്ചിട്ട് ഇഖ്ലി അന്നിദ്ദൈനി, എന്റെ പൈസ തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞു. എന്നിട്ട് ആ കൂട്ടത്തിലൊരു ഡയലോഗും കൂടെ, ഇന്നക്കും യാ ബനി അബ്ദുൽ മുത്തലിബ് ഖൗമുൻ മുമാത്തിരൂൻ, നിങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ കുടുംബക്കാർ കാശു മേടിച്ചാൽ തിരിച്ചു കൊടുക്കാത്ത വർഗാന്ന് കേട്ടിട്ടുണ്ട് എന്നും പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു അഗ്ലബ ഹാദൽ ഖൗല ഉമർ, ഈ വർത്താനം ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യം വന്നു. ബാക്കിയൊക്കെ ക്ഷമിക്കാം, അത് കുറച്ച് ഗൗരവമുള്ള വർത്താനമല്ല. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അദുവല്ലാഹ് അതതകല്ലമുൽ ഖൗല ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോട് നീ എന്ത് വർത്താനോടെ പറഞ്ഞത്? ചൂടായി ഉമർ റളിയല്ലാഹു അൻഹു, ദേഷ്യം വന്നു. ലൗലാ അന്നി അഖ്ശാ അൻ യലൂമനി നബിയു ലളറബതു റഅസക ബിസ്സൈഫി, റസൂലുള്ളാഹിക്ക് ഇടങ്ങേറുണ്ടാവുന്ന പേടിച്ചിട്ട് അല്ലെങ്കിൽ എന്നെ കൊന്നോളി ഞാൻ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനെ പിടിച്ച് മുണ്ടടുക്ക്, യാ ഉമർ കുന്ത അഹ്വജ മിന്നി ഇലാ അൻ തഅമറനി ബിഹുസ്നിൽ അദാ, അയാൾക്ക് പൈസ കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ, അയാളെ പേടിപ്പിക്കാൻ വേണ്ടത്. അതുകൊണ്ട് ഉമർ എന്ത് ചെയ്യണം? ഇപ്പൊ തന്നെ ഇയാൾക്ക് കൊടുക്കാനുള്ള പൈസ ഉണ്ടെങ്കിലും സംഘടിപ്പിച്ചു കൊടുക്കണം. കൂട്ടത്തില് കുറച്ച് കൂടുതൽ പൈസയും കൊടുക്കണം. അതിനാ പേടിപ്പിച്ചില്ല അയാളാ, അതിന് ആ പേടിപ്പിച്ചന്റെ വക കുറച്ച് കൂടുതൽ പൈസ അയാൾക്ക് കൊടുക്കണം, എന്നിട്ട് അയാൾ ഒഴിവാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. ഇസ്ലാമിന്റെ ഏറ്റവും രസമുള്ള രീതികളാണ് അതൊക്കെ. ഇപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ സഫിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരു പൊട്ടണ പാത്രത്തിലാണ് കൊടുത്തുവിട്ടത്. നബി അതെടുത്ത് തിന്നാൻ വേണ്ടി പോയി, സഫിയയുടെ വീട്ടിൽ നിന്നാണ് വന്നേക്കണ. നബി എടുത്ത് തിന്നാൻ വേണ്ടി ചെന്നപ്പോ ആയിഷ ഉമ്മ വന്നിട്ട് ഒറ്റ തട്ട് കൊടുത്തു, തളിക തട്ടിക്കളഞ്ഞു, പാത്രം താഴെ വീണ് പൊട്ടി, ഭക്ഷണ പദാർത്ഥങ്ങൾ ചിതറി. അല്ലേ, ഒരു തിന്മയാണ് അവിടെ നടന്നിട്ടുള്ളത്. അല്ലേ, നമ്മള് ഭർത്താക്കന്മാരെന്ന നിലയിൽ ആ ഒരു സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അല്ലേ, അത് നമ്മൾ ഓരോരുത്തരുടെ കൈബലം പോലെ ഇരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് തിന്മ കണ്ടു, അവിടെ നന്മ കൊണ്ടാണ് നേരിടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്നു, ആദ്യം ആ ഭക്ഷണം പറക്കിയെടുത്തു, അതിൽ നിന്ന് കുറച്ച് കഴിച്ചിട്ട് ബാക്കി ഈ വൃദ്ധയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, സേഫിയമ്മയിൽ തിരിച്ചു കൊടുത്തേക്ക്, റസൂലുള്ള തിന്നിട്ടുണ്ടെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അത് കൊടുത്തു വിട്ടു.
പിന്നെ പൊട്ടിയ പാത്രം പെറുക്കാൻ തുടങ്ങിയപ്പോൾ ആയിഷ ഉമ്മ ഓടി വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മാപ്പാക്കണം, മാപ്പാക്കണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് മാപ്പ് തരാൻ എന്നെക്കാൾ യോഗ്യൻ വേറെ ആരും ഇല്ല, ഞാനാണ് മാപ്പ് തരേണ്ട ആള്, ഞാൻ മാപ്പാക്കിയിരിക്കുന്നു. പക്ഷേ പാത്രം സഫിയയുടെയാണ്, അത് പൊട്ടിപ്പോയത് വേറെ മേടിച്ചു കൊടുക്കണം നമ്മൾ, അതിന്റെ ഉത്തരവാദിത്വം നടക്കേണ്ടത്. ഇതാണ് നമ്മുടെ നിലപാട്. ആ നിലപാടുള്ള ദീനിന്റെ ആൾക്കാർക്ക് എങ്ങനെ ഈ ജാഹിലിയ നിലപാടിലേക്ക് പോകാൻ കഴിയും? അതാണ് ഖുർആൻ പ്രതിപാദിച്ച തബറുജുൽ ജാഹിലിയത്ത് രണ്ടാമത്തേത്. മൂന്നാമത്തേത് നമ്മൾ വിശദീകരിക്കുന്നില്ല, ഇൻഷാ അല്ലാഹ് പറ്റിയ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. മൂന്നാമത്തേത് ഹമിയത്തുൽ ജാഹിലിയത്താണ്. ജാഹിലിയ കാലഘട്ടത്തിലെ ഹമിയത്ത്, അതായത് ദുരഭിമാനം, അത് നമുക്ക് ഇന്ന് മുസ്ലിം സമുദായത്തിന് നന്നായി ബാധിച്ചിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ പറ്റിയാൽ പറയാം. പിന്നെ നാലാമത്തേത് ലന്നുൽ ജാഹിലിയത്ത്, ജാഹിലിയ കാലഘട്ടത്തിലുള്ള ലന്ന്, തെറ്റിദ്ധാരണകൾ, അത് ഇന്ന് മുസ്ലിം സമുദായത്തിന് നന്നായി ബാധിച്ചിട്ടുണ്ട്. ഉഹുദുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ലന്നുൽ ജാഹിലിയത്തിനെ പറ്റിയുള്ള ആയത്ത് അവതരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കുറച്ച് തിരക്കുള്ളൊരു ദിവസമാണ് എനിക്ക്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം ഉണ്ടായി, ഇന്നും നേരമില്ല, അത് ദീർഘമായൊരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരുമായിട്ട് 30 ദിവസം പിണങ്ങിയിരുന്ന ഘട്ടമുണ്ട്. ഒരു മാസം പിണങ്ങി. അൻസാരിയായ ഒരു സഹാബിയുടെ വീട്ടിൽ പോയി താമസിച്ചു, വീട് മാറിപ്പോയി. ഇൻഷാ അല്ലാഹ് പറ്റിയ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان الله وبحمده سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.